അദ്ധ്യായം 73 സൂറത്തുൽ മുസ്സമ്മിൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 20. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ. വചനം 1. വാക്കർത്ഥം. യാ അയ്യുഹൽ മുസ്സമ്മിൽ. ഹേ, ഓ വസ്ത്രമിട്ട് മൂടിയവനെ, പുതച്ചു കിടക്കുന്നവനെ. യാ അയ്യുഹൽ മുസ്സമ്മിൽ. ഹേ, വസ്ത്രമിട്ട് മൂടിയവനെ. വചനം 2. വാക്കർത്ഥം. ഖും, എഴുന്നേൽക്കുക, നമസ്കരിക്കുക. അല്ലൈല, രാത്രി. ഇല്ലാ ഖലീല, അല്പം ഒഴികെ, കുറച്ച് ഒഴികെ. ഖുമിൽ ലൈല ഇല്ലാ ഖലീല. രാത്രി അല്പം ഒഴിച്ച് ബാക്കി സമയം എഴുന്നേറ്റ് നമസ്കരിച്ചുകൊള്ളുക. വചനം 3. വാക്കർത്ഥം. നിസ്ഫഹു, അതായത് അതിൻ്റെ പകുതി. അവിങ്കുസ്, അല്ലെങ്കിൽ കുറച്ചു ചുരുക്കിക്കൊള്ളുക. മിൻഹു, അതിൽ നിന്ന്. ഖലീലൻ, അല്പം. നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീലാ. അതായത് അതിൻ്റെ പകുതി സമയം, അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം ചുരുക്കിക്കൊള്ളുക. വചനം 4. വാക്കർത്ഥം. ഔ സിദ്, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചുകൊള്ളുക. അലൈഹി, അതിനേക്കാൾ. വറത്തിലി, സാവകാശത്തിലോതുക, സാവധാനക്രമത്തിലാക്കുക, നിർത്തി നിർത്തി വായിക്കുകയും ചെയ്യുക. അൽ ഖുർആന, ഖുർആനെ. തർത്തീല, ഒരു സാവകാശ ക്രമം. ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ. അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം വർദ്ധിപ്പിച്ചുകൊള്ളുക. ഒരു സാവകാശക്രമത്തിൽ ഖുർആൻ നിർത്തി നിർത്തി ഓതുകയും ചെയ്യുക. വചനം 1 മുതൽ 4 വരെയുള്ളതിൻ്റെ വിശദീകരണം. അൽ മുസ്സമ്മിൽ, വസ്ത്രമിട്ട് മൂടിയവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തതിന് ഒന്നിലധികം പ്രകാരത്തിൽ വ്യാഖ്യാനം നൽകപ്പെട്ടിരിക്കുന്നു. 1. വഹയിൻ്റെ ആരംഭകാലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വഹയും കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭയം തോന്നുകയും വീട്ടിൽ വന്ന് വസ്ത്രമിട്ട് മൂടിത്തരുവീൻ, പുതപ്പിട്ട് തരുവീൻ, ജമ്മിലൂനി ദസ്സിറൂനി എന്നവിടുന്ന് പറയുകയും ഉണ്ടായി. അങ്ങനെയുള്ള അവസരത്തിലായിരുന്നു ഈ വചനങ്ങൾ അവതരിച്ചത്. 2. പ്രവാചകത്വം നുബൂവത്താകുന്ന വസ്ത്രത്താൽ ആവരണം ചെയ്യപ്പെടുകയും ദിവ്യദൗത്യം അഥവാ റിസാലത്താകുന്ന ഭാരം ഏൽപ്പിക്കപ്പെടുകയും ചെയ്ത ആൾ എന്നാണ് വിവക്ഷ. 3. രാത്രി വസ്ത്രമിട്ട് പുതച്ച് കിടന്നുറങ്ങിയാൽ പോരാ, എഴുന്നേറ്റ് നമസ്കാരത്തിൽ മുഴുകേണ്ടതുണ്ട് എന്ന സൂചനയാണത്. 4. ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കവിയാണെന്നും പ്രശ്നക്കാരനാണെന്നും ഭ്രാന്തനാണെന്നുമൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ തിരുമേനി വ്യസനം നിമിത്തം വീട്ടിൽ ചെന്ന് വസ്ത്രം മൂടിപ്പുതച്ച് കിടക്കുകയുണ്ടായി. ആ സന്ദർഭത്തിലായിരുന്നു ഇത് അവതരിച്ചത്. പ്രവാചകത്വത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണ് ഈ സൂറത്ത്. അന്ന് 5 നേരത്തെ നമസ്കാരം നിയമമാക്കപ്പെട്ടിരുന്നില്ല. അതിനു മുമ്പാണ് ഈ കൽപ്പന. രാത്രിയുടെ ഏതാണ്ട് പകുതി സമയം, അല്പം കുറവോ കൂടുതലോ ആയാലും വിരോധമില്ല, എഴുന്നേറ്റ് നമസ്കരിക്കണമെന്ന് ഇതുമൂലം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചിരിക്കുന്നു. 5 നമസ്കാരം നിയമമാക്കപ്പെടുന്നതുവരെ
രാത്രി നമസ്കാരം നിർവഹിക്കൽ പൊതുവിൽ എല്ലാവർക്കും നിർബന്ധമായിരുന്നുവോ എന്നുള്ളതിൽ ഭിന്നാഭിപ്രായം കാണാം. ഏതായാലും പിന്നീട് ഈ നമസ്കാരം നിർബന്ധമല്ലെന്നും അതേ സമയത്ത് രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അല്പമെങ്കിലും നമസ്കരിക്കൽ അഥവാ തഹജ്ജുദ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണെന്നുള്ളതിൽ ആർക്കും ഭിന്നാഭിപ്രായമില്ല, മുസ്ലിം നാമധാരികളായ ചില തിരുത്തൽവാദികൾക്കൊഴികെ. രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഖുർആനിലും ഹദീസിലും ധാരാളം ഊന്നിപ്പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തു സജദ 16, ഫുർഖാൻ 64, ദാരിയാത്ത് 17-18 മുതലായവയും അതിൻ്റെ വിവരണവും നോക്കുക. നമസ്കാര കർമ്മത്തിൻ്റെ പ്രധാന ഘടകങ്ങളാണല്ലോ നിറുത്തം, ഖുർആൻ പാരായണം, റുക്കൂഅ്, സുജൂദ് എന്നിവയെല്ലാം. അതുകൊണ്ട് നമസ്കാരത്തെ ഉദ്ദേശിച്ച് ഈ വാക്കുകൾ ഉപയോഗിക്കാറുണ്ടെന്ന് നാം ഇതിനു മുമ്പ് ചിലപ്പോഴെല്ലാം ഉണർത്തുകയുണ്ടായിട്ടുണ്ട്. ഇവിടെ ഖുമിൽ ലൈല, രാത്രി എഴുന്നേൽക്കുക എന്നും 20-ാം വചനത്തിൽ തഖൂമു, നീ എഴുന്നേൽക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നത് എഴുന്നേറ്റ് നമസ്കരിക്കുക എന്ന അർത്ഥത്തിലാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഖുർആൻ പാരായണം നമസ്കാരത്തിലെ ഒരു പ്രധാന ഭാഗമാണെന്ന പോലെ തന്നെ ഖുർആൻ പാരായണത്തിന് ഏറ്റവും പറ്റിയ അവസരം നമസ്കാരവുമത്രേ. അതുകൊണ്ട് നമസ്കാരത്തെപ്പറ്റി പ്രസ്താവിച്ചതിനെ തുടർന്ന് ഖുർആൻ പാരായണം എപ്രകാരമായിരിക്കണമെന്നും അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നു. തർത്തീൽ എന്നാൽ അക്ഷരങ്ങൾ വ്യക്തമാക്കിയും വാക്കുകൾ മുറിച്ചും വാചകങ്ങൾ നിർത്തിയും കൊണ്ട് സാവകാശ രൂപത്തിൽ നന്നാക്കി വായിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നർത്ഥമാകുന്നു. ഖുർആൻ തർത്തീലാക്കി ഓതണമെന്ന കൽപ്പന വളരെ അർത്ഥവത്തായ ഒരു കൽപ്പനയാണ്. ഓതുന്നവന് അതിൻ്റെ അർത്ഥവും ആശയവും സൂചനകളുമെല്ലാം ഓർമ്മിക്കുവാനും അവ മനസ്സിൽ പതിയുവാനും അവയെപ്പറ്റി ഉറ്റാലോചിക്കുവാനും അത് വളരെ ഉപകരിക്കുന്നു. അങ്ങനെയുള്ള ഓത്ത് കേൾക്കുന്നവർക്കും അത് ഫലം ചെയ്യും. ഖുർആനോടുള്ള ആദരവും ഭക്തിയും പ്രകടിപ്പിക്കലും കൂടിയാണത്. സാധാരണ വായനകളിലും സംസാരങ്ങളിലും പോലും ഉച്ചാരണശുദ്ധി കൂടാതെയും അക്ഷരവ്യക്തത കൂടാതെയും ധൃതിയിൽ ഉരുവിടുന്ന സമ്പ്രദായം അനഭിലഷണീയമാണല്ലോ. ഖുർആൻ്റെ വായനാരൂപങ്ങളും മര്യാദകളും വിഷയമാക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രം തന്നെ ഇസ്ലാമിലുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെ ഈ വചനം ചൂണ്ടിക്കാണിക്കുന്നു. ഇൽമുത്ത് തജ്വീദ് അഥവാ വായന നന്നാക്കുന്ന ശാസ്ത്രം എന്ന പേരിൽ അത് അറിയപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബികളും അവരിൽ നിന്ന് പിന്നീടുള്ളവരും മുഖാമുഖമായും കർണാകർണികയായും കേട്ടുപഠിച്ച സമ്പ്രദായങ്ങളെ ഈ ശാസ്ത്രം പ്രതിനിധാനം ചെയ്യുന്നു. ഖുർആൻ പാരായണ മര്യാദകളെപ്പറ്റി പലതും മുഖവുരയിൽ നാം വിവരിച്ചിട്ടുണ്ട്. അത് ഇവിടെ അനുസ്മരിക്കുന്നത് നന്നായിരിക്കും. സന്ദർഭോചിതമായ ചുരുക്കം ചില ഹദീസുകൾ മാത്രം ഇവിടെ ഉദ്ധരിക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തിരുന്ന രീതിയെപ്പറ്റി ചോദിക്കപ്പെട്ടപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മറുപടി പറഞ്ഞു: അത് നീട്ടിക്കൊണ്ടായിരുന്നു. പിന്നീട് അനസ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹി എന്നും അർ റഹ്മാനി എന്നും അർ റഹീം എന്നും ഓരോന്നും നീട്ടിക്കൊണ്ട് ഓതി കേൾപ്പിച്ചു. റവാഹുൽ ബുഖാരി. 2. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് അതിനെക്കുറിച്ച് ചോദിച്ച ഒരാൾക്ക് ഓരോ അക്ഷരവും വടിവോടെ വ്യക്തമായി ഉച്ചരിച്ചുകൊണ്ട് അവർ ഓതിക്കൊടുക്കുകയുമുണ്ടായി. തിർമിദി, ദാരിമി, നസായി. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു: നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് ഖുർആനെ അലങ്കരിക്കുവീൻ. റവാഹു അബൂദാവൂദ്, ദാരിമി. 4. താഊസ് റളിയല്ലാഹു അൻഹു പറയുന്നു:
ഖുർആൻ പാരായണത്തിൽ ശബ്ദം നല്ലവനും നന്നായി ഓതുന്നവനും എങ്ങനെയുള്ള ആളായിരിക്കുമെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു: ഏതൊരുവൻ ഓതുന്നത് കേട്ടാൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെന്ന് നിനക്ക് കാണാമോ, അവനാണ് ദാരിമി. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഖുർആനോട് ഇണക്കമായിരിക്കുമ്പോൾ നിങ്ങളത് പാരായണം ചെയ്യുവീൻ. പൊരുത്തക്കേടാകുമ്പോൾ അഥവാ വിരസത തോന്നുമ്പോൾ അതിൽ നിന്ന് എഴുന്നേറ്റ് പോയിക്കൊള്ളുവീൻ.